നമസ്കാരം. ഇപ്പോൾ എന്ത് സംഭവിക്കുന്നുവിലേക്ക് സ്വാഗതം. ഞാൻ വേണു ബാലകൃഷ്ണൻ. ഇന്ന് നടക്കാനിരുന്ന നീറ്റ് PG പ്രവേശന പരീക്ഷയും മാറ്റിവെച്ചതിൽ പ്രതിഷേധം ശക്തമാകുന്നു. രാത്രി വൈകിയാണ് പരീക്ഷ മാറ്റിയത് സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് അറിയിപ്പ് ലഭിച്ചത്. നരേന്ദ്രമോദിക്ക് കീഴിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം തകർന്നതിന്റെ ദൗർഭാഗ്യകരമായ ഉദാഹരണമാണ് ഇത് എന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചു. നീറ്റ് UG പരീക്ഷയിൽ ഗ്രേസ് മാർക്ക് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഇന്ന് പുനഃപരീക്ഷ നടക്കും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിവാദത്തിനിടെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഡയറക്ടർ ജനറലിനെ മാറ്റി. പുതിയ ഡയറക്ടർ ജനറൽ ഇന്ന് ചുമതലയേൽക്കും. രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. രാധാകൃഷ്ണൻ, ഇന്നത്തെ പരീക്ഷ മാറ്റിവെച്ചതിന്റെ സാഹചര്യം എന്താണെന്നാണ് ഔദ്യോഗികമായ വിശദീകരണം? ഒഴിവാക്കാനാകാത്ത ചില കാരണങ്ങൾ എന്നാണ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തത നൽകുന്ന വിധത്തിലൊരു പ്രസ്താവന ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഒഴിവാക്കാനാകാത്ത സാഹചര്യത്തിൽ പരീക്ഷ മാറ്റിവെക്കുന്നു. വിദ്യാർത്ഥികൾക്കുണ്ടായ ബുദ്ധിമുട്ടിൽ ഖേദിക്കുന്നു. ഇതാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. നിലവിലുള്ള സാഹചര്യത്തിൽ നീറ്റ് PG പരീക്ഷ ഇന്നായിരുന്നു നടക്കേണ്ടിയിരുന്നത്. പക്ഷേ അതിന് തയ്യാറാകാതെ സർക്കാർ ഇത് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഈ നീറ്റ് PG പരീക്ഷയിലും ചില ആക്ഷേപങ്ങൾ സർക്കാരിന് മുന്നിലേക്ക് എത്തിയ സാഹചര്യത്തിലാണ് ഈ പരീക്ഷ മാറ്റിവെച്ചിരിക്കുന്നത് എന്നതാണ്. നിലവിലുള്ള സാഹചര്യത്തിൽ ഇതടക്കമുള്ള വിഷയങ്ങൾ CBI അന്വേഷിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ തീരുമാനം അങ്ങനെ തന്നെ കൈക്കൊള്ളാനായിട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശിക്കുകയായിരുന്നു. ഉടൻ അടുത്ത പരീക്ഷാ തീയതി പ്രഖ്യാപിക്കും എന്നൊരു പ്രസ്താവന കൂടി ഇതിന്റെ ഭാഗമായിട്ട് സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വലിയ വെളിപ്പെടുത്തലുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത്. നീറ്റ് പരീക്ഷ ദേശീയ പരീക്ഷാ ഏജൻസിയുടെ നടത്തിപ്പ് സുതാര്യതയെ പോലും ചോദ്യം ചെയ്യുന്ന വിധത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇതിനനുബന്ധമായിട്ടുള്ള കേസുകൾ സുപ്രീം കോടതി അടക്കം പരിഗണിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ NDAയുടെ അധ്യക്ഷനെ മാറ്റുന്ന ഒരു നടപടി കൂടി ഉണ്ടായിരിക്കുന്നു. പുതിയ ഡയറക്ടർ ജനറൽ ഇന്ന് ചുമതല ഏറ്റെടുക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വളരെ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു എന്ന് വരുത്തി തീർക്കുന്നതിന്റെ കൂടി ഭാഗമായിട്ടാണ് ഇന്നത്തെ നീറ്റ് PG പരീക്ഷ കൂടി മാറ്റിവെക്കാനായിട്ടുള്ള തീരുമാനം. വേണം രാധാകൃഷ്ണൻ, രാഹുലിന്റെ വിമർശനം എന്താണ്? രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇത്തരത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളും അതിന്റെ പരീക്ഷാ നടത്തിപ്പും ആയി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളും സംബന്ധിച്ച ആക്ഷേപമാണ് അദ്ദേഹം ഉന്നയിച്ചത്. നീറ്റ് വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളെ കണ്ടതിന് ശേഷമാണ് അദ്ദേഹം വിമർശനം ഉന്നയിച്ചത്. അതേ വിമർശനം വീണ്ടും കൂടുതൽ ശക്തമായിട്ട് ഉന്നയിക്കുകയാണ് രാഹുൽ. നരേന്ദ്രമോദിയുടെ കീഴിൽ രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഏതെങ്കിലും വിധത്തിൽ ഒരു സുതാര്യതയോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള നടത്തിപ്പോ സാധ്യമല്ല എന്ന വിമർശനമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. ശരി, രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. നീറ്റ് PG പരീക്ഷ മാറ്റിവെച്ചതിൽ പ്രതിഷേധം ശക്തം.